നമസ്കാരം. നമ്മുടെ മലയാള സിനിമയിലെ ലഹരി വ്യാപനത്തെപ്പറ്റിയും ഉപയോഗത്തെപ്പറ്റിയും നിരവധി വാർത്തകൾ നേരത്തെ തൊട്ട് നമ്മുടെ നാട്ടിൽ ആൾക്കാരുടെ ഇടയിലെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. മലയാള സിനിമയിൽ അഭിനയിക്കുന്ന നടിമാരോട് മറ്റുള്ള നടന്മാർ, സംവിധായകർ, നിർമ്മാതാക്കളൊക്കെ ചെയ്യുന്ന സ്ത്രീവിരുദ്ധമായ കാര്യങ്ങളെപ്പറ്റിയുള്ള ചർച്ച വരികയും അതിനൊരു ICC എന്ന് പറയുന്ന ഇൻ്റേണൽ കംപ്ലയിൻറ്റ് അതിന് വേണ്ടിയൊരു സംവിധാനം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു എന്നുള്ള കാര്യം നമുക്കറിയാം. ഒരു നടി ക്രൂരമായി ബലാത്സംഗത്തിനിരയാകപ്പെട്ട ഒരു സംഭവം കൂടി നമുക്കറിയാം. ഇതൊക്കെ നിൽക്കുമ്പോഴും മലയാള സിനിമയിലെ താരങ്ങളെ വളരെയേറെ ഇഷ്ടപ്പെടുകയും അവരുടെ സിനിമകൾ കാണുകയും അങ്ങനെ അവരെ പണക്കാരാക്കുകയും ചെയ്യുകയാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുൾപ്പെടെയുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ഷൈൻ ചാക്കോ വേഴ്സസ് വിൻസി എന്നൊരു പ്രശ്നം വരുന്നത്. ഷൈൻ ചാക്കോയും വിൻസി എന്ന സിനിമാ താരവും യോജിച്ച് അഭിനയിച്ച ഒരു സിനിമയിൽ ഷൈൻ ചാക്കോ അവരോട് അപമര്യാദയിൽ പെരുമാറിയെന്നും അയാൾ സംസാരിച്ചപ്പോൾ അയാളുടെ വായിൽ നിന്ന് വെളുത്ത പുക പോലെ ഒരു സാധനം പുറത്തേക്ക് വന്നു എന്നൊക്കെ അവർ പേഴ്സണലായിട്ടൊരു മെസ്സേജ് ഇടുകയും ആ മെസ്സേജിനെ കേരള സമൂഹം ഏറ്റുപിടിക്കുകയും അതിനെതിരെ ആൾക്കാരുടെ ഇടയിൽ നിന്നും വലിയൊരു രീതിയിലുള്ള സംഘടിതമെന്ന് തന്നെ പറയാവുന്ന ഒരു തരം പ്രതികരണങ്ങളൊക്കെ ഉണ്ടായി. കേസെടുക്കാൻ പോലീസുമൊക്കെ തയ്യാറായപ്പം പെട്ടെന്ന് മാളത്തിലേക്ക് ഒളിച്ചു മാറി വിൻസി എന്ന് പറയുന്ന ആൾ. തൻ്റെ അടുത്തോടുകൂടി പുറത്തേക്ക് വന്ന് ഇതിനൊക്കെ വലിയ അപമാനം സഹിച്ച ഒരു നടി തൻ്റെ അടുത്തോടുകൂടി പുറത്തേക്ക് വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഒരു വലിയ സംഭവം മലയാള സിനിമയിൽ നടക്കുന്ന കാര്യം നമ്മൾ അറിഞ്ഞത്. ഈ ഷൈൻ ചാക്കോ എന്ന് പറയുന്ന മയക്കുമരുന്നിന് അടിമയായ നടൻ, അയാൾ ഒരു ഹോട്ടലിൻ്റെ 3ാമത്തെ നിലയിൽ നിന്ന് ഷീറ്റിലേക്ക് ചാടി അവിടുത്തെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി രക്ഷപ്പെട്ടു, സ്കൂട്ടറിലോ ബൈക്കിലോ എങ്ങോ. അയാളുടെ കയ്യിൽ മയക്കുമരുന്നോ മറ്റെന്തെങ്കിലും സാധനങ്ങളില്ല എങ്കിൽ, അല്ലെങ്കിൽ അയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നില്ല എങ്കിൽ എന്തിനാ അയാൾ അവിടെ നിന്ന് ചാടി എന്നൊരു ചോദ്യമുണ്ട്. അപ്പോഴാണ് നടൻ്റെ അമ്മ വന്ന് പറയുന്നത് തൻ്റെ മകനെ അങ്ങ് എല്ലാവരും കൂടി എന്തിനാ പറയുന്നത്, മകൻ്റെ പുറകെ നടന്ന് അവനെ ശല്യം ചെയ്യുകയാണ്, അവനോട് വൈരനിര്യാതന ബുദ്ധിയോട് പെരുമാറുകയാണ്. സഹോദരൻ പറയുന്നത് മാരത്തോണിലൊക്കെ ആൾക്കാർ ചാടിയിട്ടില്ലേ, അപ്പോൾ മാരത്തോണിൽ ചാടി നിന്നവരും മയക്കുമരുന്ന് കഴിച്ചിട്ടാണെന്നായിരിക്കും ഈ സഹോദരൻ പറയുന്നത്. തെറ്റിനെ കുടപിടിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും പൊതുസമൂഹത്തിലൊന്നും അതിനെ അംഗീകരിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അച്ഛനായാലും അമ്മയായാലും മകനായാലും മകളായാലും ഒരു സമൂഹത്തിലെ മുൻപന്തിൽ നിൽക്കുന്ന ഒരു നടൻ ഇത്തരമൊരു പ്രക്രിയ ചെയ്താൽ അതിൽ ന്യായീകരിക്കുകയല്ല വേണ്ടത്, അവനെ എങ്ങനെയെങ്കിലുമൊക്കെ മാനസാന്തരപ്പെടുത്തി നല്ലവനാക്കാൻ നോക്കുക, അതാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇവ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ താരസംഘടനയും ഫിലിം ചേംബറും ഒക്കെ പരാതി എഴുതി വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ നടിയുടെ നിന്ന് പരാതി വാങ്ങിയിട്ടുണ്ട്. ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടു എന്ന് മലയാള ഭാഷയാണെങ്കിലും അല്ലെങ്കിൽ മിനിമം ഇന്ത്യൻ പൗരനായ ഒരാൾ അറിഞ്ഞാൽ അത് രേഖാമൂലം അവൾ പരാതി കൊടുത്താൽ എന്ത് ചെയ്യണം, പോലീസിലേക്ക് അവർ കൊടുക്കണം. അത് സംഘടനയായാലും വ്യക്തികളായാലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ചെയ്യാതെ ഇപ്പോൾ നടി പറയുന്നത് ഞാൻ താരസംഘടന അതിനുള്ള പ്രതികരണം അല്ലെങ്കിൽ അതിനുള്ള പ്രതിവിധി കണ്ടെത്തും എന്നാണ് പറയുന്നത്. മാത്രമല്ല, പരാതി പറഞ്ഞതിന് ശേഷം പരാതിക്കാരനായ ആളുടെ പേര് പുറത്തു പറഞ്ഞു എന്നതാണ് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഈ പറഞ്ഞ യുവനടൻ 2015 കേരളത്തിലെ ആദ്യമായി കൊക്കൈൻ വേട്ട നടന്നു ആലപ്പുഴ ജില്ലയിൽ. അതിനകത്ത് നാല് ഊരിക്കൊടുക്കുവാൻ അന്നത്തെ നമ്മുടെ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായതുകൊണ്ടാണ് ഇന്നവൻ ഇങ്ങനെ നിൽക്കുന്നത്. അന്ന് ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ അയാളെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയൊക്കെ ചെയ്ത വാർത്തയും ചിത്രങ്ങളും നമ്മൾ കണ്ടു. ഇപ്പോൾ കൊച്ചിൻ ACP പറയുന്നത് അയാളുടെ പേരിൽ പരാതി ഇല്ലാത്തതുകൊണ്ടും അയാളുടെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ മയക്കുമരുന്ന് കണ്ടുപിടിക്കാത്തതുകൊണ്ടും അയാളുടെ പേരിൽ കേസെടുക്കാൻ പറ്റില്ല എന്ന് പറയും. ഇനി അയാളുടെ നിന്ന് വായിൽ നിന്ന് പോയ കുവപ്പൊടിയാണെന്ന് ഇവർ പറഞ്ഞാലും നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ പോലീസ് അയാൾക്ക് നോട്ടീസ് അയക്കാൻ പോകണം. പോലീസ് ആക്ട് അനുസരിച്ച് അയാൾക്ക് നോട്ടീസ് അയച്ചാൽ അയാൾ വന്നില്ല പെറ്റി കേസ് എടുക്കാനല്ലേ പറ്റൂ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ എക്സൈസ് മന്ത്രി അപ്പോൾ വന്ന് പറഞ്ഞിരിക്കുകയാണ്, സിനിമാ മേഖല എന്ന് പറയുന്ന എല്ലാ മേഖലയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്, അതിനെപ്പറ്റി ഞങ്ങൾ അന്വേഷിക്കും, പരാതി കിട്ടി അന്വേഷിക്കും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഇതിനകത്ത് ചിന്തിക്കുന്ന മറ്റൊരു കാര്യം, ഈ പറഞ്ഞ മയക്കുമരുന്ന് മറ്റും ഉപയോഗിച്ച് നടക്കുന്ന ഈ നടന്മാരാണ് യവന്മാർ കാണിക്കുന്ന കണ്ടിട്ടാണ് നമ്മുടെ പല കുഞ്ഞുങ്ങളും പലതും കാണിക്കുന്നത്. അതുകൊണ്ടാണ് സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളും കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇവൻ്റെയൊക്കെ കത്തിക്കുത്തും സിനിമയിലെ യവന്മാരുടെയൊക്കെ പരിപാടിയും മയക്കുമരുന്നും കത്തിക്കുത്തും ഇല്ലാത്ത ഒരു സിനിമ കാണാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയിരിക്കുകയാണ് മലയാള സിനിമ. മഹാനടന്മാരോടൊപ്പമാണ് യവന്മാരൊക്കെ അഭിനയിക്കുന്നത്. യവന്മാരുടെ കൂടെ ഞാൻ അഭിനയിക്കുന്നതെന്ന് ഇവർക്ക് പറഞ്ഞാൽ എന്താ കാര്യം, അവരും പറയില്ല. കാരണം അവർക്കും ഇത് യവന്മാരൊക്കെ ഉണ്ടെങ്കിലേ പറ്റൂ പല കാര്യങ്ങൾക്കും. അതുകൊണ്ടായിരിക്കും ഈ ഷൈൻ ചാക്കോയെയും മറ്റു പല സാറന്മാരെ പോലുള്ളവരെ കൂടെ ചേർത്ത് അഭിനയിപ്പിക്കാൻ മമ്മൂട്ടിയും മോഹൻലാലും പോലുള്ളവർ തയ്യാറാകുന്നത്. ഇല്ലെങ്കിൽ ഈ നടനോടൊപ്പം ഞാൻ അത് അഭിനയിക്കാൻ തയ്യാറല്ല എന്ന് എന്തുകൊണ്ട് മമ്മൂട്ടിക്കോ മോഹൻലാലിനോ പറഞ്ഞുകൂടാ, പറയില്ല.
അത് മാത്രമല്ല, എഴുതാത്ത പരാതി അന്വേഷിക്കാൻ നമ്മുടെ രാജ്യത്ത് യാതൊരു നിബന്ധനയും പോലീസിനില്ല എന്ന രീതിയിലാണ് പോലീസ് മുമ്പോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഒരുപക്ഷെ നാളെ ഇത് കൂവപ്പൊടിയായിട്ടൊക്കെ വരാം. അയാൾ കൂവപ്പൊടി കഴിക്കുന്ന ആളാണെന്ന് പറഞ്ഞാലും സംശയിക്കണ്ട. ഇയാളുടെ ഓരോ യൂട്യൂബിലൊക്കെ വരുന്ന ഇൻ്റർവ്യൂകൾ, ചാനലിലെ ഇൻ്റർവ്യൂകൾ, പ്രോഗ്രാമിലൊക്കെ ഇവൻ മയക്കുമരുന്ന് അഡിക്റ്റായി അങ്ങേ ഒറ്റത്തെ അവസ്ഥയിൽ നിന്നിട്ടാണ് എന്തെല്ലാം തെറികളാണ് സ്ത്രീകളായ അവതാരകളോട് തന്നെ പറയുന്നത്. ആർക്കും പരാതിയില്ല. ഇവളുമാരൊക്കെ അവൻ്റെ മുമ്പിൽ പോയി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇവരെ വളർത്തിയത്. ചില അമ്മ വേഷത്തിൽ അഭിനയിക്കുന്ന താരങ്ങളുടെ പ്രതികരണം കേട്ടു. അവൻ അനുകൂലമായ രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ ഇവനെയൊക്കെ ഇങ്ങനെ കഴിക്കുന്ന കാണാനായിരിക്കും ഇഷ്ടം എന്നെനിക്ക് തോന്നുന്നു. അല്ലെ പിന്നെ ഇങ്ങനെ പറയില്ലല്ലോ. പിന്നെ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ അഹോരാത്രം പണിപ്പെടുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും, വേണമെങ്കിൽ വധശിക്ഷ വിധിക്കും. ഈ അവസ്ഥയിലൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷേ ശരിക്കും ചെയ്യേണ്ടത് ഷൈൻ ചാക്കോ എന്ന് പറയുന്ന നടൻ അഭിനയിച്ച സിനിമകൾ മുതിർന്നവർ ബഹിഷ്കരിക്കുക. സിനിമയിലേക്ക് പിന്നെ വീട്ടിലിരിക്കുമല്ലോ, വീട്ടിലിരുന്ന് കഞ്ചാവ് അടിച്ചിട്ടിരിക്കട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി വേറെ കാര്യം കൂടിയുണ്ട്. ഇവനെ അടുത്ത പ്രാവശ്യം നായകനായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരമുണ്ട്. ഇവന് ഈ 5, 6, 7 നിലയുടെ മുമ്പിൽ ചാടാൻ പറ്റുന്ന ഒരു ഡ്യൂപ്പിൻ്റെ ആവശ്യമില്ല, നേരിട്ടാണ് ചാടിക്കോളും. അപ്പോൾ കുറേ കൂടി ഒറിജിനാലിറ്റി കിട്ടും. അങ്ങനൊരു അവസ്ഥ ഉണ്ട്. അപ്പോൾ അത് സംവിധായകർ പ്രയോജനപ്പെടുത്തണം എന്നാണ് പറയുന്നത്. രാത്രിയിൽ 3 മണിക്ക് വിളിച്ചിട്ട് കഞ്ചാവ് ചോദിച്ച നടനുണ്ടെന്നൊരു നിർമ്മാതാവ് പറയുമ്പം ഇത്രയും നാൾ ഇയാൾ എന്തെടുക്കുകയായിരുന്നു എന്നാണ് നമുക്കറിയേണ്ടത്. അവനെ തന്നെ വീണ്ടും വിളിച്ച് സിനിമയിൽ അഭിനയിപ്പിക്കുക ചെയ്തത്. മലയാള സിനിമ അങ്ങേയറ്റം അഴുകി നാറിയിരിക്കുകയാണ്. മലയാള സിനിമയിലെ ഒരു നടൻ 1, 2, 3 നടന്മാർക്കെതിരെ ബലാത്സംഗ കേസ് വന്നു. അതിലൊരു നടൻ എന്ന് പറയുന്ന ആൾ ഇപ്പോഴും നമ്മുടെ നിയമസഭയിലെ അംഗമാണ്. അയാൾക്കെതിരെ ആ പാർട്ടി ഒരു നടപടി എടുത്തിട്ടില്ല, പാർട്ടികളെ തള്ളി പറഞ്ഞിട്ടില്ല. അയാളെ കൂടെ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഒരു സമയം ഇരയോടൊപ്പവും മറ്റൊരു സമയം വേട്ടക്കാരനോടൊപ്പവും നിൽക്കുകയാണ്. എന്തായിരുന്നാലും നമ്മുടെ എക്സൈസ് സംവിധാനം അങ്ങേയറ്റം വീഴ്ചപ്പെട്ടിരിക്കുന്നു. പോലീസ് സംവിധാനങ്ങളൊക്കെ തന്നെ കാശുള്ളവൻ്റെയും പേരുള്ളവൻ്റെയും പുറകെ പോയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇപ്പോൾ പറയുകയാണ് പോലീസ്, ഈ കൊക്കൈൻ കേസിൽ വെറുതെ വിട്ട കേസിൽ ഞങ്ങൾ അപ്പീൽ പോകും. അപ്പീൽ പോകുന്നത് എങ്ങനെ? അതിൻ്റെ എല്ലാ തെളിവുകളും നശിപ്പിച്ച് ഒരു പരുവാക്കി വെച്ചിട്ട് ആ കേസിൽ നമ്മൾ വിട്ട് വെറുതെ പോയതിന് ശേഷം ഇനി ഞങ്ങൾ റിവിഷൻ കൊടുക്കും, അല്ലെ അപ്പീൽ കൊടുക്കുന്നൊരു വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇവർക്കൊക്കെ എന്തൊക്കെയോ ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ സംഭവിക്കില്ല. എന്തായാലും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആപ്തവാക്യത്തെ നമുക്ക് ഉയർത്തിപ്പിടിക്കുക. മദ്യവും മയക്കുമരുന്നും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കിട്ടട്ടെ, ചോദിക്കുന്നിടത്ത് കിട്ടട്ടെ, നല്ല കെട്ടിടത്തിൻ്റെ കീഴിലും ഹോട്ടലിലും ഒക്കെ കിട്ടട്ടെ എന്നാണ് സർക്കാർ പറയുന്നത്. ഇഷ്ടംപോലെ വിതരണം നൽകാൻ സർക്കാർ അവർക്കെല്ലാം അനുവാദം കൊടുത്തിരിക്കുകയാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മുടെ ലക്ഷ്യം ബോധവൽക്കരണവും വർജ്യവുമാണോ? അതായത് ഒരു വസ്തു ആവശ്യം പോലെ നൽകിക്കൊണ്ട്, സുലഭമായി നൽകിക്കൊണ്ട് അതിനെ വർജിക്കുവാൻ പറയുന്ന, ബോധവൽക്കരിക്കുന്ന ലോകത്തെ ഒരു സർക്കാരുണ്ടെങ്കിൽ അത് കേരള സർക്കാരാണ്. അതുകൊണ്ട് കേരള സർക്കാരിനും ഇവിടുത്തെ എക്സൈസ് വകുപ്പിനും കൂടാതെ മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ഈ ലഹരി മാഫിയയ്ക്കും നമോഭാഗം. നന്ദി, നമസ്കാരം.